ഹായ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു ഐഷൂസ് വ്ലോഗ്. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും മോർ ദാൻ 2 മില്യൺ ആളുകളാണ് ഇന്നലത്തെ ലൈവ് കണ്ടത്. അതിനുശേഷം ഇന്നലെ രാത്രി ഈ വിവേകാനന്ദന്റെ അഭ്യാസങ്ങളും റിയാക്ഷൻസും ഒക്കെ ആയിട്ട് ഞാൻ 2 വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അത് ഒത്തിരി പേര് കാണുകയും ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യും, കമന്റ് ചെയ്യും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ വിവേകേട്ടൻ കുറച്ച് മുട കാണിച്ചു, പക്ഷെ ഇപ്പൊ ഡീസന്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇവള് പെടുത്തിയതാണോ അതോ ഞങ്ങൾ പെട്ടതാണോ എന്നൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. ഇനി ജീവിതത്തിൽ ഒരിക്കലും ഇത് ആവർത്തിക്കില്ലെന്ന് ഇന്നലെ ഞങ്ങളുടെ കാല് പിടിച്ച് കെഞ്ചിയില്ലേ, അത് ലൈവിൽ പറ. കോടതിയാ എങ്കിൽ പിന്നെ എന്ത് വേണമെന്നേ ജനങ്ങൾ പറയട്ടെ. വിവേകാനന്ദ, ഇരയാവാനും അതിജീവിതയാവാനൊന്നും ഇവര് തയ്യാറല്ല. അതുകൊണ്ടാ മുഖം മറക്കാതെ ഇങ്ങനെ പബ്ലിക്കിന് മുമ്പിൽ നിൽക്കുന്നത്. ഇപ്പോ ഇതൊരു സിത്താരയുടെയും ഡയനയുടെയും മാത്രം പ്രശ്നമല്ലല്ലോ. പ്രമുഖ എഴുത്തുകാരിയും അറിയപ്പെടുന്ന ആക്ടിവിസ്റ്റുമായ അഡ്വക്കേറ്റ് അനിത ദാസ് നമ്മളോടൊപ്പം ചേരുകയാണ്. ബാക്കി അവര് പറയും. ഇത് ഐഷു പറഞ്ഞ പോലെ ഒരു സിത്താരയുടെയും ഒരു ഡയനയുടെയും പ്രശ്നമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഇതൊരു വിവേകാനന്ദന്റെ മാത്രം കുഴപ്പമല്ല. ഇവിടെ ഒരുപാട് നിയമങ്ങളുണ്ട്, പോലീസും കോടതികളുമുണ്ട്. എന്നിട്ടും ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടോ? ഇതിനെതിരെ ഭരണകൂടവും രാഷ്ട്രീയ പാർട്ടിക്കാരും എടുക്കുന്ന നിലപാട് എന്താണെന്ന് നമ്മൾ കണ്ടിട്ടില്ലേ? ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്നൊരൊറ്റ വാക്കിൽ അവർ ഒതുക്കിക്കളയും. വിവേകാനന്ദനെ ബന്ദിയാക്കി ഈ യുവതികൾ തുടങ്ങി വെച്ച് എന്റെ ശരീരം എന്റെ അവകാശം എന്ന ചെറുത്തുനിൽപ്പിന്റെ ഈ സമരം ഞങ്ങൾ മുഴുവൻ സ്ത്രീകളും ഏറ്റെടുക്കുകയാണ്. എന്റെ ശരീരം എന്റെ അവകാശം, എന്റെ ശരീരം എന്റെ അവകാശം. സിമ്പതി വേണ്ട, സുരക്ഷ വേണ്ട, സിമ്പതി വേണ്ട, സുരക്ഷ വേണ്ട. ഞങ്ങളുടെ ശരീരം ഞങ്ങളുടെ അവകാശം, ഞങ്ങളുടെ ശരീരം ഞങ്ങളുടെ അവകാശം. ഉടമയല്ല, 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 ഞങ്ങളുടെ ഉടമയല്ല. ഇത് കയ്യിന്ന് പോയല്ലോ, ഇനിയിപ്പോ എന്നാ ചെയ്യാനാ? ഒന്ന് മൊത്തത്തിൽ പൊലിപ്പിക്കാന്ന് വെച്ചു. അതാ ഞാൻ അനിതേച്ചിനെ കൂടെ വിളിച്ചു വരുത്തിയേ. സംഗതി കിടുവല്ലേ? കിടു. ഐഷു, ഇത് ഞങ്ങൾ രണ്ടുപേരുടെയും ജീവിതമാ. അവര് കുറെ പ്രസംഗിച്ചും മുദ്രാവാക്യം വിളിച്ചിട്ട് ഇറങ്ങിപ്പോ. അതുകൊണ്ടൊക്കെ പ്രശ്നം തീരൂ. ഒരു 30 സെക്കൻഡ് മതി. 2 കാര്യങ്ങളാണ്. പുരുഷന്മാർക്ക് ഇവിടെ അവകാശങ്ങളില്ലേ സാറേ? ഇന്നലെ രാത്രി മുഴുവൻ ഒരു പാവത്തിനെ കെട്ടിയിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമം കയ്യിലെടുക്കാൻ ആ സ്ത്രീകൾക്ക് ആരാണ് അവകാശം കൊടുത്തിരിക്കുന്നത്? സാറിന് എന്നെ അറിയില്ല. സാർ ചാനൽ ചർച്ചയൊന്നും കാണാറില്ലേ? ഓ, മനസ്സിലായി. എന്ത് വേണ്ട സാറേ? 3 കാര്യങ്ങളാണ്. താൻ ഒരു കാര്യം പറയാതെ. അതാ പോയി. സാറേ 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 അദ്ദേഹത്തെ ചെന്ന് അഴിച്ചുവിട് സാറേ. എന്താ വേണ്ടത് എനിക്കറിയാം. താൻ പോയേ. സാറേ, ഞങ്ങള് മെൻസിന്റെ ആൾക്കാരാണ്. എന്തിന്റെയാന്ന്? ഓൾ കേരള മെൻസ് അസോസിയേഷൻ. ഓ, ഇതുണ്ട് അതിന്റെ ഇടയില്. പോലെ സാറേ 2 കാര്യങ്ങളാണ്. പോയി വണ്ടി എടുക്കണോ? ഇവിടെ ആരുടെ എന്ത് അവകാശമാണ് ഇവരെ സംരക്ഷിക്കണമെന്ന് പറയുന്നത്? പീഡിപ്പിക്കാനുള്ള അവകാശമോ? ബസ്സിൽ പീഡനം നടത്തിയ ആള് ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് അയാളെ മാലയിട്ട് സ്വീകരിക്കാൻ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതിൽപ്പെട്ട ചിലരാണ് ഇവിടെ നിന്നുകൊണ്ട് അവകാശ സംരക്ഷണം എന്ന് ആക്രോശിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്നേ പറയാനുള്ളൂ, ലജ്ജിക്കുക കേരളമേ, ലജ്ജിക്കുക. 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 സിമ്പതി വേണ്ട, സുരക്ഷ വേണ്ട, സിമ്പതി വേണ്ട. എന്നെ പരിപാടി കാണിക്കുന്നേ. അവിടെ നമ്മുടെ നിലപാട് എവിടെ കെട്ടിയിട്ടിരിക്കുന്നത്? നിലപാട് വേണോടോ, നിലപാട്. അയ്യോ, ഞാൻ അങ്ങോട്ട് പോകേണ്ട ആളായിരുന്നു. എന്റെ കർത്താവ് എന്ന് മാറിക്കേ. സാർ, ഇവിടെ സംഘർഷാവസ്ഥയിലെ കാര്യങ്ങള് ഇനിയും കത്തുന്ന നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഞാൻ പറയാം. ശരി സാർ. സാർ, ആക്ഷൻ സമയമായോ സാറേ? ഒന്നുകൂടി നോക്കട്ടെ. എന്നാ മോളി നോടരുത്. പോലീസുകാരുടെ ഗതികേട് ഒരാൾക്കും പറഞ്ഞാൽ മനസ്സിലായാലും നമുക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ സാർ. സാറെന്താ സെന്റിമെന്റലായ? അല്ലാതെ എന്നാ ചെയ്യാനാ സാർ? എത്ര നേരമായി കാവലിക്കാൻ തുടങ്ങിയത്? തമിഴ്നാട് പോലീസിനല്ല, കേരള പോലീസിനാ കാവലിന് പേരുന്നുണ്ട്. ജയൻ സാർ പറഞ്ഞതാ ശരി. എന്റെ കൈത്തരിപ്പ് തുടങ്ങിയിട്ട് നേരം കുറയായി. ഒന്നാ ടങ് മേഴ്സി. ഞാനിന്നേ ഗുളിക കഴിച്ചിട്ടുണ്ടോന്നൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. അയ്യോ എടോ, ഞാനൊന്ന് തിരുവനന്തപുരത്ത് എത്തിക്കോട്ടെ. നേരെ അസംബ്ലിയിലേക്കാ വരുന്നേ. ഓക്കെ സാറേ, പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനം നടന്നുകൊണ്ടിരിക്കുക. ആ സ്ത്രീകളെ തന്നെ ബന്ദിയാക്കി വെച്ചിട്ടില്ലേ? പോലീസ് കൈ കെട്ടി നോക്കിയേക്കാന്ന് പറയുന്നത്. അപ്പൊ ജനങ്ങളുടെ ബെഡ്റൂമിൽ ചെന്ന് സർക്കാർ ഇടപെടണം. ഏതായാലും പ്രതിപക്ഷത്തിന്റെ കുത്തിയിരിപ്പ് സമരം പാളിപ്പോയി. ഇപ്പൊ മീഡിയ മുഴുവൻ അതിന്റെ പറയലല്ലേ. ജനശ്രദ്ധ തിരിക്കാൻ നമുക്ക് കിട്ടിയ നല്ലൊരു അവസരമാണ്. മീഡിയ അത് ആഘോഷിക്കിട്ടിടും.
CM-ന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചായിരുന്നേ. ഇതും ഭരണപക്ഷത്തിന്റെ കുഴപ്പമാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും പറയുന്നത്. വന്നേ, കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം. വാതിൽ തുറക്ക്. വാതിൽ തുറക്കണില്ല സാർ. എന്നാ അടി പറഞ്ഞേ? MLA ഇക്കാര്യത്തിൽ ഇടപെടണ്ട. ഇടപെട്ട എന്നതാ ഉണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒടുക്കം കുറ്റക്കാരെ പെങ്കൊച്ചുങ്ങളാവും. MLA വീട്ടിലോട്ട് പോരെ. ഇല്ലെങ്കിൽ അതുപോലെ ഞാനും ലൈവിൽ വരുവേ. വിളിച്ചു പറയാ എനിക്കുണ്ട് കാര്യങ്ങൾ കുറെ. അത് വേണ്ട. ഇങ്ങ് പോരെ, കേട്ടല്ലോ, വീട്ടിലോട്ട് പോരെ. അല്ലേ തന്നെ ഇതിലിപ്പോ സർക്കാരിന് MLA എന്നാ കാര്യം? ഇത് പോലീസ് തീർക്കേണ്ട കാര്യമല്ലേ? നിങ്ങൾ എന്നാന്ന് വെച്ചാൽ അയക്കും. ഒരു സെക്കൻഡ് കിളി പോയി. എടോ, ആ മുനിസിപ്പാലിറ്റിയിലെ നായ്ക്കളുടെ വന്ധ്യംകരണ പരിപാടി ഉദ്ഘാടനം 11 മണിക്കല്ലേ? താൻ എന്താണെന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ വണ്ടി അങ്ങോട്ട് വിടോ. വിവേകാനന്ദേട്ടൻ ഭയങ്കര വൈറലാണല്ലോ ടീച്ചറെ. മേടിക്കുവേണ്ടത് പൊയ്ക്കോണം. ലൈവ് ഞാനും കണ്ടതാണ്. രാവിലെ മുതൽ നിന്റെ അച്ഛനെ എവിടെ കാണുന്നില്ലല്ലോ. എവിടെ പോയതാ? ആർക്കറിയാം. രാവിലെ സൈക്കിളോടെ പുറത്തോട്ട് പോകുന്നുണ്ട്. ലീവ് എടുത്ത് നീ കേട്ടല്ലോ ഇവിടെ ഇരിക്കാൻ പോകണോ? പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ? പുറത്തേക്ക് ഇറങ്ങിയ ആൾക്കാർ കൂടി നശിപ്പിക്കല്ലേ? നിന്റെ അച്ഛന് പിന്നെ അതിനുമില്ല നാണക്കേട്. അവന്റെ അച്ഛനല്ലേ അങ്ങനെ എന്നെ നാണക്കേട്. ക്ലാസ് കറങ്ങിയടക്കല്, ടൂർ പോക്ക്, അങ്ങനെ എന്തെല്ലാം. അല്ലെങ്കിൽ അവള് നിഷേധിക്കട്ടെ. ഒടുവിൽ എന്നെ തെച്ച് അവള് പോയി വിവേകാനന്ദനെ കിട്ടി. ഇപ്പൊ അവള് മാത്രം ഒരു മാലാക. അവളുടെ മറ്റടുത്ത ലൈവും ഒരു പുണ്യാളത്ത് ചമയലും. അങ്ങനെ പുരുഷന്മാർക്കിട്ട് അവൾ ഉണ്ടാക്കണ്ട. വിട് സിത്താരെ. ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിക്കണം. കള്ളപ്പന്നി അവൻ. എന്റെ പുറകെ നടന്ന് ഒടുക്കം കുറച്ചാലും പ്രേമിച്ചു എന്നുള്ള നേരാ. അവൻ ഉപയോഗിച്ച ലാംഗ്വേജ് കേട്ടില്ലേ? അത് അയാളുടെ കൾച്ചർ. വിട്. ഇതിപ്പോ തന്റെ മാത്രം പ്രശ്നമല്ലല്ലോ. എന്റെ കാര്യം തന്നെ കണ്ടില്ലേ? ഗതികേട് കൊണ്ടൊരു സിനിമയിൽ കുറച്ച് എക്സ്പോസ് ചെയ്ത് അഭിനയിച്ചു, കാശിന് വേണ്ടി. അതും 2-3 ഷോട്ടിൽ. അതെടുത്ത് ഷെയർ ചെയ്ത് ഇപ്പൊ എന്നെയും കൊന്നുകൊണ്ടിരിക്കുവല്ലേ. നമ്മൾ ഉറച്ചിറങ്ങിയതല്ലേ. ഒരു സിഗരറ്റ്. എന്തിനാ സിഗരറ്റ് എന്നാ തന്നെ വലിക്കാൻ? സിഗരറ്റ് എന്നിട്ട് പൊടി. നമ്മളിതെങ്ങനെ അവസാനിപ്പിക്കും? നല്ല ചോദ്യം. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് പോയാ മതി. അല്ലെങ്കിൽ ഇതേ എന്റെ സ്വഭാവം മാറും. നീ ഇട്ടിട്ട് പോയാലും ഞങ്ങൾ ഇനി പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല. ഇല്ലടാ, ഞാൻ പറഞ്ഞേ ഉള്ളൂ, നമ്മള് സ്ട്രോങ് ആണ്.